അവളോട് സ്നേഹം കാട്ടാലോ. അതിന് അമൽ എതിരൊന്നും പറയത്തില്ല. ആയിക്കോട്ടെ, ഇഷ്ടം പോലെ സ്നേഹം സ്റ്റോക്ക് ഉണ്ട് എന്റെ കയ്യില്. ആവശ്യത്തിന് അവള് തന്നെ അങ്ങ് വാരി എടുത്തോട്ടെ, എനിക്കൊരു വിരോധമില്ല. സ്നേഹം കൊടുക്കാനുള്ളതാണ് അഞ്ജു, അല്ലാതെ എടുക്കാനുള്ളതല്ല. ഞാൻ അമ്മക്കുട്ടി ഇങ്ങ് വിളിക്കണോ വേണ്ടയോ? അത് നീ ഉറപ്പിച്ച് പറ. ഓ, ഈ പ്രദീപേട്ടന് തമാശ പറഞ്ഞാലും മനസ്സിലാവില്ല. അവളെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യല്ലേ രാവിലെ തൊട്ട് നമ്മൾ പറയുന്നേ. ചെല്ല്. ആ പിന്നെ ആ കാശ് വാങ്ങിക്കാൻ മറക്കണ്ട, കടക്കാര് ക്യൂ നിൽക്കുക. ഞാൻ പോയിട്ട് വരാം. അതെ, ഞാനൊരു കാര്യം ചോദിക്കാൻ വിചാരിച്ചിട്ട് മറന്നു. മൈനറായ മകളുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാനുള്ള അവകാശം അച്ഛനല്ലേ? അങ്ങനെ ഒരു നിയമം ഉണ്ടല്ലോ. നിയമമുണ്ട്, അതിന്റെ സ്വത്ത് മക്കളുടെ പേരിൽ തന്നെ ഇരിക്കണം. ഇതെല്ലാം സോനയുടെ പേരിൽ ഇരിക്കല്ലേ. അതെങ്ങനെയാ ശരിയാവുന്നേ? അപ്പോ അമ്മുക്കുട്ടി എങ്ങനെ ജീവിക്കും? ആ സ്വത്തുക്കളിൽ കമ്പനി ഉണ്ടെന്നല്ലേ പ്രദീപേട്ടൻ പറയുന്നേ. അതിലെ ആദായമൊക്കെ ഇപ്പൊ ആരാ എടുക്കുന്നേ? അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിയില്ല അഞ്ജു. അതൊക്കെ ചോദിക്കണ്ടേ? പിന്നെ അമ്മുക്കുട്ടി അവളുടെ നിലയ്ക്കൊത്ത് വളർത്തണമെങ്കിൽ ആ സ്വത്തുക്കളൊക്കെ പ്രദീപേട്ടൻ തന്നെ നോക്കി നടത്തണം. അതൊന്നും ഇപ്പൊ പറയാൻ പറ്റത്തില്ല. അല്ല, സൂചിപ്പിച്ചാ മതി. അവൾക്ക് വേണ്ടിയിട്ട് തന്നെയല്ലേ. അല്ലാതെ അവളെ രാജകുമാരി പോലെ വളർത്താൻ നമ്മുടെ കയ്യിൽ എവിടുന്ന് പണം? നോക്കട്ടെ. എന്നതാടാ കാട്ടുമാക്കാനെ? എന്താടാ കരുമ, പൈക്കണില്ലേ? പിന്നെന്തിനാ കഞ്ഞി വിളമ്പാൻ പറഞ്ഞേ? ഓ, ഇപ്പോഴാണല്ലോ പൊടി കെട്ടിയത്. നിനക്ക് കെട്ടിയുള്ള വിചാരം വന്നിക്കണ്. ഏടാ കാട്ടുമാക്കാനെ, വിചാരിച്ചോണ്ടിരുന്ന നിന്റെ പെണ്ണിങ്ങോട്ട് വരുമോ, അല്ലെങ്കിൽ നീ അങ്ങോട്ട് പറക്കോ? രണ്ടും ഇല്ലല്ല. മുത്തി ഒന്നും മിണ്ടാതിരി. മനുഷ്യനോട് നെഞ്ചു കരിഞ്ഞ് നിൽക്കുമ്പോഴാ മുത്തിയുടെ ഒരു... മനുഷ്യനോ? ആരാടാ മനുഷ്യൻ? നീയോ? നീ മനുഷ്യനല്ല, നീ വെറും കാട്ടുമാക്കാൻ. മനുഷ്യനായിരുന്നെങ്കിൽ ഒരു വയറ്റ് കണ്ണി പെണ്ണിനെ പേരിനയച്ചിട്ട് മൂങ്ങെ പോലെ ഇവിടെ കുത്തിയിരിക്കോ? എന്നിട്ട് നെഞ്ചു കരിയണ പോലും. എടാ, എനിക്കു പോലും ചിന്നുവിനെ കാണാൻ കൊതി വരണ്. അതല്ലേടാ കരുമ ഞാൻ ഇങ്ങനെയൊക്കെ പറയണത്. നീ എന്താ പേരെടുക്കാനെ കൊണ്ട് നീരേറ്റി ചെല്ലാത്ത? വലിയ മുതലാളിയോട് പിണക്ക? അതൊന്നും അല്ല മുത്തി. ചിന്നുവിനെ ഒന്ന് കാണാഞ്ഞ് നെഞ്ച് പടയ്ക്കാൻ തോന്നിട്ട് ദിവസം കുറേ. എന്നിട്ട് എന്താടാ നീ അങ്ങോട്ട് പാങ്ങി ചെല്ലാത്ത? ചുമ്മാ പാഞ്ഞ് ചെന്നാ മതിയോ? കൈ കാശ് വല്ലതും കരുതന്റെ മുത്തി. എന്തെങ്കിലും ഒരു ആവശ്യം വന്നാ പിന്നെ അവിടെ ചെന്ന് കൈ നീട്ടണോ ഞാൻ? ഓ, അതാണോ നിന്റെ പ്രശ്നം? എടാ, കൈ ഇരിക്കണേ വെച്ച് പറക്കണ ജാതിയുടെ പിറകെ പായണ എന്തിന്? കൈ ഇരിക്കണതോ? എന്റെ കയ്യിലോ? എടാ, ചിന്നു നിന്റെ കെട്ടിയോളല്ലേ? കെട്ടിയോള സമ്പാദ്യം കെട്ടിയോനും കൂടെ ഉള്ളതല്ലേ? നീരേറ്റ് തറവാട് ഒത്തിരി സ്ഥലവും കാട് പിടിച്ച് കിടക്കണ്. ചിന്നുവിന്റെ പേരിൽ വലിയ മുതലാളി എഴുതി വെച്ചത്. മാതാ ആ പറമ്പിൽ നിന്ന് കിട്ടുന്ന വരുമാനം തന്നെ നല്ല കാശും കാണും. എടാ, പുറം കൈ കൊണ്ട് അത് തട്ടി മാറ്റിയ അവര് പിന്നെ എന്നാ ചെയ്യാനാ? ആ കാശ് എനിക്ക് വേണ്ട. എന്താ വേണ്ടാത്തത്? നീരേറ്റിലുള്ള ആരെങ്കിലും നിന്നോട് വേണ്ടാതിനും വല്ലതും പറഞ്ഞോ? ഇല്ലല്ല. പിന്നെന്താ നിനക്കിങ്ങനെ ചൊറിയണത്? സ്വത്തിന്റെ കാര്യം എന്നോട് പറയണ്ട. ഈ കാട്ടിൽ നിന്ന് കിട്ടുന്ന മതി എനിക്ക്. വാ, ഞാൻ മുണ്ടണില്ല. എന്റെ കാശ് പറ്റുമോ നിനക്ക്? എന്താ നോക്കി പേടിപ്പിക്കണത്?
ചോദിച്ചതിന് മറുപടി പറയടാ കാട്ടുവാക്കാന്. എന്റെ കാശ് പറ്റോന്ന്. മുത്തിക്ക് എവിടുന്ന കാശ്? വനമുത്തി തന്നത്. തൊടലിയും ചക്കരക്കൊല്ലിയും കയ്യുണ്ണിയും തിരുതാളിയും ഒക്കെ പറിച്ചു വിറ്റ കാശ്. ഒത്തിരി ഒന്നുമില്ല, എന്നാലും പേരെടുക്കാനുള്ളതൊക്കെ കാണും. എന്നാലും ചാവാൻ പോണ മുത്തിക്കെന്തിനാ കാശ്? എല്ലാം എന്റെ മക്കൾ അനുഭവിക്കാൻ. നിന്നെ നോക്കിയിരുന്ന് എന്റെ ചിന്നുന്റെ കണ്ണു കഴിച്ചു കാണും. സമയം കളയാണ്ട് ചെല്ലടോ മോനെ, നിന്റെ ചിന്നുന്റെ അടുത്തേക്ക് ചെല്ല്. മുത്തിയുടെ കാശ് എനിക്ക് വേണം. ഞാൻ പോവും മുത്തി, ഞാൻ പോവും. താങ്ക് യു. ഞാൻ റൂമിലേക്ക് പോകുമ്പോഴും വിഷ്ണുവേട്ടൻ ഈ തുണ്ടുകടലാസ് പഠിക്കുകയായിരുന്നു. പരീക്ഷയ്ക്ക് പഠിക്കും പോലെ. എന്താ അത്? മകളുടെ വിവാഹം അച്ഛനമ്മമാർക്കൊരു പരീക്ഷ തന്നെയല്ലേ ശ്വേത? മുഹൂർത്തം കുറിച്ച് കേശുമാൻ്റെയിൽ അച്ഛൻ കൊടുത്തയച്ചതാ. ഇതും നോക്കിയിരുന്ന് കല്യാണ ഒരുക്കങ്ങളും കതിർമണ്ഡപവും സദ്യവട്ടവും ആൾക്കാരുടെ ഒരുക്കങ്ങളും ഒക്കെ മനസ്സിൽ കാണുകയായിരുന്നു ഞാൻ. ഇതിപ്പോ ദിവസം തീരെ ഇല്ലല്ലോ. പിന്നെ അടുത്തൊന്നും നല്ല മുഹൂർത്തം ഇല്ലെന്നാ കേശുമാൻ പറഞ്ഞ്. അല്ല, നമുക്കെന്തിനാ കൂടുതൽ സമയം? ആഭരണങ്ങളും ഡ്രസ്സും ഒക്കെ ഇന്ന് തന്നെ എടുക്കാം. പിന്നെ ഹാൾ ബുക്കിംഗ്, സദ്യവട്ടം, അതിന് ഫോൺ കോൾ മതി. ആകെയുള്ള പ്രശ്നം ആൾക്കാരെ ക്ഷണിക്കില്ല. ഒരു 3000 പേരെങ്കിലും കാണുമെന്നാ എനിക്ക് തോന്നുന്നത്. അത്രയൊക്കെ ആർഭാടം വേണോ ഏട്ടാ? പിന്നെ നമ്മുടെ കുടുംബത്തിലെ ആദ്യത്തെ കല്യാണമാ. ആഘോഷമായിട്ട് നടത്തണമെന്ന് അച്ഛന് നിർബന്ധമാ. സോനയുടെയും സലീനയുടെയും കല്യാണം ഇങ്ങനെയൊക്കെ ആയിത്തീർന്നതിന്റെ വിഷമം കൂടി ഉണ്ട് അച്ഛന്. പക്ഷെ വീണയുടെ ഏട്ടന്മാർക്ക് ഡിസംബറിലല്ലാതെ ലീവ് കിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? അവരൊന്നും ഇല്ലാതെ മാമാങ്കം നടത്തുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. എന്താ അമ്മേ, എന്റെ കല്യാണക്കാരിയാണോ വിഷയം? അതേടാ, മുഹൂർത്തം കുറിച്ച് കിട്ടി. അപ്പോ നിന്റെ മമ്മിയുടെ വക ഒരു സെന്റിമെന്റ്സ്. എന്റെ മോളുടെ ചേട്ടന്മാരെ കൂട്ടാത്ത കല്യാണത്തിന് ഒരു ആർഭാടവും വേണ്ടെന്ന് ഞാൻ വിട്ടുകൊടുക്കൂ? അത് തന്നെ പ്രശ്നം. ഇത്രയും കാലം സ്റ്റേറ്റ്സിൽ കഴിഞ്ഞിട്ടും ഡാഡി ഇപ്പോഴും പഴഞ്ചനാ. അപ്പൂപ്പൻ ഇതിലും ഭേദമാട്ടോ. ആഹാ. ലക്ഷങ്ങൾ പൊടിച്ച് കല്യാണം നടത്തിയിട്ട് എന്താ ഡാഡി കാര്യം? ആ പണം ഏതെങ്കിലും അനാഥാലയത്തിൽ കൊടുത്താ എത്ര നല്ലതാ. അത് കൊള്ളാം, ഞാൻ വിട്ടു. നിനക്കെന്താ വേണ്ടത്, എങ്ങനെയാ വേണ്ടത്, നീ തന്നെ അപ്പൂപ്പനോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കോ. നാടടച്ച് സദ്യ കൊടുക്കുന്ന കാര്യമായതിനാൽ അച്ഛൻ വലിയ ഉത്സാഹത്തിലാ. അപ്പൂപ്പനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. ശരി ശരി, അമ്മയും മോളും തീരുമാനിക്കുന്നു, ഞാൻ അനുസരിക്കുന്നു. പതിവ് തെറ്റിക്കണ്ട. മോളെ, നീ മിടുക്കിയ. ഈ കല്യാണം അങ്ങനെ കൊട്ടും കുരുവയായിട്ട് നടത്താൻ പറ്റിയതൊന്നുമല്ല. ഇല്ല പപ്പ, അഞ്ജുനിപ്പോ പഴയതുപോലെ ദേഷ്യവും എതിർപ്പും ഒന്നുമില്ല. അതെന്താ പ്രദീപേ അങ്ങനെ ഒരു മാറ്റം? അമ്മുക്കുട്ടിക്ക് ധാരാളം സ്വത്തും പണവും ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണോ? അയ്യോ അല്ല, ഞാൻ ഓരോന്ന് പറഞ്ഞ് അവളുടെ മനസ്സ് മാറ്റിയെടുത്തതാ. അപ്പോ അമ്മുക്കുട്ടിയെ പ്രദീപിന്റെ കൂടെ വളർത്താവുന്നൊരു ഉറപ്പുണ്ട് അല്ലേ? ഉണ്ട്. ഞാനത് അഞ്ജുനോട് സംസാരിച്ചു. വലിയ സന്തോഷമൊന്നുമില്ലെങ്കിലും എന്നെ സങ്കടപ്പെടുത്താണ്ടിരിക്കാൻ അമലിന്റെ കൂടെ അമ്മുക്കുട്ടി കൂടെ വളർത്താൻ അവൾ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം പ്രദീപ് എനിക്ക് ഉറപ്പ് തരണം, അമ്മുക്കുട്ടിയെ ഒരു കാരണവശാലും സങ്കടപ്പെടുത്തില്ല എന്ന്. എന്റെ മോളെ ഞാൻ സങ്കടപ്പെടുത്തുവോ പപ്പ? പ്രദീപിന്റെ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഭാര്യയുടെ കാര്യ. ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. മനസ്സിലുള്ളത് അതുപോലെ തുറന്നു കാട്ടാനേ അവക്കറിയൂ. അമ്മുക്കുട്ടിയെ വളർത്താൻ സമ്മതിച്ചുവെങ്കിൽ അത് വളർത്താൻ വേണ്ടി തന്നെയാണെന്നാ. ശരി, തൽക്കാലം ഞാനിത് വിശ്വസിക്കുന്നു. എൻ്റെ കുഞ്ഞിന് നിന്നോടുള്ള ഇഷ്ടം ഇവിടെ ഇരുന്ന് ദിവസവും കാണുന്നവനാ ഞാൻ. ഒത്തിരി വേദനിച്ച കുഞ്ഞാവള്, ചരിത്രം മുഴുവൻ നിനക്കറിയാലോ. ഇനി
എൻ്റെ കുഞ്ഞിന് വേദന കൊടുക്കരുത്. ഇല്ല പപ്പ, സത്യമായിട്ടുമില്ല. തൽക്കാലം ഞാൻ കുറച്ച് പണം തരാം പ്രദീപിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ. സ്വത്തിന്റെ കാര്യമൊന്നും ഇപ്പൊ തീരുമാനിക്കാൻ അയ്യോ. പറ്റില്ല. സ്വത്തിന്റെ കാര്യമൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ ചോദിക്കും. അതറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. ഡാഡി ആ മോളെ, മോള് വാ. ഉമ്മ. മോക്ക് ഡാഡിയുടെ കൂടെ ആ വീട്ടിലേക്ക് പോണോ? പോടാ അപ്പൂപ്പ. ശരി, ഡാഡി നാളെ വന്ന് കൊണ്ടുപോട്ടോ. നല്ല ഡാഡി. ഉമ്മ. ആ, എന്തായാലും പ്രദീപിന്റെ ഭാര്യയോട് കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞുറപ്പിക്കണം. നാളെ വരുമ്പോ പണം തന്നേക്കാം. ആ എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. ഡാഡി നാളെ വരാം കേട്ടോ മോളെ. ബൈ. ടാറ്റാ. കുറച്ച് ദിവസത്തേക്ക് കൂടി അമ്മ അടുക്കള പണിയൊന്നും ചെയ്യണ്ട. എന്തിനാ മോനെ നീ എന്നെ ഇങ്ങനെ രോഗിയാക്കി കിടത്തുന്നേ? ഓപ്പറേഷന്റെ അസ്വസ്ഥതയൊക്കെ പോയി. ആയിക്കോട്ടെ, എന്നാലും അമ്മ കുറച്ച് ദിവസം വിശ്രമിക്കണം. ഏതൊരു അവസ്ഥയിൽ നിന്ന് അമ്മ രക്ഷപ്പെട്ടെന്നറിയാലോ. ശ്യാമളേ, ശ്യാമളേ, വല്യമാമനാണെന്നാ തോന്നുന്നേ. ഹോ, ഇന്ന് മുഴുവൻ ചാറ്റൽ മഴയാ. ആ, എങ്ങനെയുണ്ട് ശ്യാമളേ നിനക്ക്? ഒക്കെ ഭേദമായി ഏട്ടാ. എന്നാലും ഇവൻ എന്നെ കിടക്കേന്ന് എണീക്കാൻ സമ്മതിക്കുന്നില്ല. ഇനി ഇങ്ങനെ കിടക്കേ തന്നെ പറ്റിക്കൂടിയാ ശരിയാവത്തില്ല. കല്യാണത്തിന് സമയം കുറിച്ചു. ഓ ഭഗവതി, എന്റെ പ്രാർത്ഥന കേട്ടു. ആ, ആർഭാടമൊന്നും വേണ്ടെന്നാ ശ്വേത കുഞ്ഞിന്റെ തീരുമാനം. അമേരിക്കയിൽ നിന്ന് വരാനുള്ളവർക്കൊന്നും പെട്ടെന്ന് വരാനൊക്കത്തില്ല. പിന്നെ വേറെ എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞു. പക്ഷേ മുതലാളി ഇപ്പോഴും നിർബന്ധം പിടിക്കുക, കല്യാണം കേമമായിട്ട് നടത്തണമെന്ന്. എന്തിനാ ഏട്ടാ വെറുതെ ആർഭാടം കാട്ടുന്നേ? അതിനൊത്ത് നിൽക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? അതിലും നല്ലത് ചെറിയ ചടങ്ങ. ആ, നിന്റെ അഭിപ്രായം കൂടി ഞാൻ അവിടെ പറയാം. നീ എന്താ മോനെ അഭിപ്രായം ഒന്നും പറയാത്തെ? ഞാൻ എന്ത് പറയാനാ വല്യമാമ? എന്താ മുഖത്തൊരു തെളിച്ചമില്ലാത്ത? ഞാൻ വർഷയുടെ അവസ്ഥ ആലോചിക്കായിരുന്നു വല്യമാമ. ഞാൻ കാരണം ആ കുടുംബം തകർന്നു പോയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ. നീ കാരണോ? അതെങ്ങനെയാ? ജയൻ ജയിലിലായതിനും അച്ഛൻ മരിച്ചതിനും